ചേട്ടൻ്റെ വീട്ടിലായിരുന്നല്ലോ ഇവർ 3 ദിവസം താമസിച്ചിരുന്നത്. എങ്ങനെയാണ് ഇവർ ചേട്ടനിലേക്ക് എത്തിയത്? എൻ്റെ അളിയൻ ഈ സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആശാൻ്റെ ഇതിലാണ് വന്നത്. കറാഫിൽ വന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ സൗകര്യം കൊടുത്ത് 2 ദിവസം തങ്ങാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ കൂടി കറങ്ങാനൊക്കെ പോയിരുന്നു. ഇന്ന് രാവിലെ അവർക്ക് ഇന്നലെ ആയിരുന്നു ഫ്ലൈറ്റ്. അപ്പം ഇന്നലെ ടിക്കറ്റ് ഓക്കെ ആയില്ല. ഇന്ന് രാവിലെ 7:30 വീട്ടിൽ നിന്ന് തിരിച്ചായിരുന്നു. എന്നിട്ട് അവർ അവിടെ വന്നിട്ട് ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഇപ്പം കെട്ടാൻ പോകുന്ന പയ്യനും അവരവിടെ ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ പോകാൻ. അങ്ങനെ അവർക്ക് കല്യാണം കഴിക്കുന്നുണ്ട്. പിതാവുണ്ട്. ഈ സമയത്ത് പിതാവുണ്ട്. ഇങ്ങനെ 3 പേര് ഒന്നിച്ചാണ്. അപ്പോൾ ഈ സമയത്ത് പിതാവും കൂടെ ഉണ്ട്. അപ്പോൾ പിതാവിന് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇതൊക്കെ ആയി അവർക്ക് യോജിപ്പില്ല. വിയോജിപ്പാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി അവർ പറഞ്ഞു ഞങ്ങൾക്ക് കല്യാണം കഴിക്കും. 3 ദിവസമായിട്ടപ്പോൾ തിരുവനന്തപുരത്തുണ്ട്. എൻ്റെ വീട്ടിലുണ്ട്. ചേട്ടൻ്റെ വീട്ടിലായിരുന്നു ഒരു ഗസ്റ്റായിട്ട് താമസിച്ചിരുന്നല്ലേ? 3 ദിവസം മുന്നെയാണ് അവരെത്തിയത്. അവരെത്തിയ ശേഷമാണോ ഈ പിതാവിൻ്റെ ഒരു പ്രശ്നം? അവർ പിതാവെല്ലാം കൂടെ ഒന്നിച്ചാ വന്നത്. പിതാവും ഇപ്പം എല്ലാം കഴിക്കുന്ന പയ്യനും കൂടെ ഒന്നിച്ചാ വന്നത്. വേറെ ആർട്ടിസ്റ്റും കൂടെ ഉണ്ട്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് ഇവിടെ കറങ്ങാനൊക്കെ പോയി. ഇന്ന് രാവിലെ അവർ പോകണമെന്ന് പറഞ്ഞിട്ട് തിരിച്ചായിരുന്നു. പിന്നെ അവിടെ ട്രിവാൻഡ്രത്ത് ചെന്നാൽ പിന്നെയാണ് അവരെ ഇതൊന്നും ഞങ്ങൾക്കറിയില്ല ഇങ്ങനെ ഒരു പ്രേമം നടക്കുന്നതെന്ന്. അവിടെ പോയപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വന്നിട്ട് ഇവർ കാറിലാണ് പോയത്. അവിടെ പോയി ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങൾക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് പിന്നെ ഇത്രയേറെ എനിക്കറിയാവും. പിന്നെ അച്ഛൻ ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ ചേട്ടൻ്റെ വീട്ടിലേക്ക് തന്നെയാണോ വീണ്ടും? പിന്നെ വന്നില്ല. പിന്നെ വന്നിട്ടില്ല. പിന്നെ കല്യാണം ഉണ്ടെന്ന് വിളിച്ചറിയിച്ചു. ഇങ്ങനെയാണ് കല്യാണം. അപ്പോൾ മൊണാലിസ തന്നെയാണ് വിളിച്ചത്? ഇല്ല, എൻ്റെ അളിയനും വിളിച്ചു. ഇപ്പോൾ ഈ പയ്യനും വിളിച്ചു. അപ്പോൾ ഞാൻ അതിനുള്ള സെറ്റപ്പ് ഇവിടെ നമ്മുടെ ക്ഷേത്രമാണ്. ചേട്ടനാണ് ഈ ക്ഷേത്രമൊക്കെ അറേഞ്ച് ചെയ്ത് നൽകിയത്? നമ്മുടെ ഇവിടെ ഇവരെ വിളിച്ച് സെക്രട്ടറി കണ്ടു. അപ്പോൾ ഇങ്ങനെ ഒരു കല്യാണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇവരൊക്കെ അറിയുന്നത്. 5 മണിക്ക് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു. ചേട്ടനാണ് ഈ അമ്പലം അറേഞ്ച് ചെയ്ത് നൽകിയതും താലിയും എല്ലാ സെറ്റപ്പും ഒരു കല്യാണത്തിന് ആവശ്യമായ ഒരുക്കങ്ങൾ ചേട്ടനാണ് ചെയ്തു കൊടുത്തത്? അതല്ല, നമ്മുടെ ക്ഷേത്രം മാത്രം ഞാൻ ചെയ്തു. താലിയൊന്നുമല്ല, ഞങ്ങളുടെ ക്ഷേത്രമാണ്. ഞാൻ ഇവിടുത്തെ കഴിഞ്ഞ വർഷത്തെ ഭാരവാഹിയാണ്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി കണ്ടപ്പോൾ ഇങ്ങനെ ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ് അത് ശരിയാന്ന് പറഞ്ഞു. അങ്ങനെ അത്രയാണ്. ഇപ്പോൾ നേരത്തെ 5 മണിക്കാണല്ലോ പറഞ്ഞത്, ഇപ്പം 5:30 ഇപ്പോൾ അതുണ്ടല്ലോ ആളിവിടെ ഉണ്ട്. ഉണ്ട്. അവരിപ്പം അവരിപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കൊടുക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്നത്. അവർക്കൊരു പേടി ഇനി വേറെ എല്ലാം ബുദ്ധിമുട്ടുണ്ടാവുന്നതുകൊണ്ടാണ് അവരതിനെ വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ട്. കല്യാണം കഴിഞ്ഞുകൊണ്ട് 5 മണിക്ക് നിങ്ങൾക്ക് പത്രസമ്മേളനം വിളിക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലുകാർക്ക് ഇൻ്റർവ്യൂ തരും.